ഹായ് ഫ്രണ്ട്സ്, പൂക്കളം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ ഒരു അടിപൊളി ഡിസൈനാണ്. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. സിമ്മട്രിക്കലായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് ചേർന്ന ഒരു ഡിസൈനാണിത്. അത് മാത്രമല്ല, ഇട്ട് കഴിയുമ്പോൾ വളരെയധികം ഭംഗിയുള്ള ഈ ഒരു ഡിസൈൻ. ഇനി നമ്മൾ ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിൾ വരയ്ക്കുന്നു. ഒരുപാട് ജോമെട്രിക്കൽ ഫിഗേഴ്സ് വരുന്നൊരു ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നല്ല അട്രാക്റ്റീവ് ആയിരിക്കും. ഈ ഡിസൈനിൻ്റെ പ്രത്യേകത തന്നെ അതാണ്, ഒരുപാട് ജോമെട്രിക് ഫിഗേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ 2 സർക്കിളാണ് വരച്ചത്. പുറമേ ഒരു സർക്കിളും വരച്ചു, അകത്തൊരു സർക്കിളും വരച്ചു. ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഓക്കെ, നമ്മൾ 2 സർക്കിൾ വരച്ചു. ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാം. ഏറ്റവും ഉള്ളിലായിട്ട് മറ്റൊരു സർക്കിളൂടെ നമ്മൾ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്തു. അപ്പോൾ ഇതൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, സിമ്മട്രിക്കലായിട്ട് മാക്സിമം വരാൻ നോക്കുക. അതുപോലെ ഈ ഫിഗേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് പടത്തിൽ കണ്ടിരിക്കുമ്പോൾ തന്നെ അത്രയും ഡിസ്റ്റൻസ് വരാൻ നോക്കുക. ഇനി നമ്മൾ ഉള്ളിലെ സർക്കിൾ എന്തിനാണ് വരച്ചതെന്ന് വെച്ചാൽ, അത് കണക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് കർവ് വരയ്ക്കാൻ പോവുകയാണ്. ഈ കർവ് നമുക്ക് ഉപകാരപ്പെടും. അതെന്തിനാണ് ഉപകാരപ്പെടുന്നതെന്ന് നമുക്ക് വീഡിയോയ്ക്ക് അവസാനം മനസ്സിലാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ കർവ് വരെയാണ് ഇപ്പോൾ വരച്ചത്. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കുക. കർവ് വരച്ചു, നമ്മൾ 3 സർക്കിളും കർവ് വരച്ചു. ഈ കർവ് കണക്ട് ചെയ്താണ് നമ്മളിപ്പം അടുത്ത ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കർവ് കണക്ട് ചെയ്ത് വരച്ചു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ഉള്ളിലൊരു പൂവിൻ്റെ ഷേപ്പ് ഫോം ചെയ്തിട്ടുണ്ട് അല്ലേ. പൂവിൻ്റെ ഇതൾ പോലത്തെ ഒരു ഷേപ്പ്, നടുക്ക് പൂവിൻ്റെ ഭാഗം പോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതായാലും ഇനി അതിൻ്റെ താഴെയായിട്ട് ആ കർവിൻ്റെ താഴെ നമ്മൾ ഔട്ട്ലൈൻ വരച്ച് വീണ്ടും ഒരു കർവ് ജോയിൻ ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ കർവ്സ് ജോയിൻ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഇഷ്ടമുള്ള കളറ് അവിടെ ഇടാമല്ലോ. ഏത് കളർ പൂവാണോ അവിടെ ഇടാൻ നമുക്ക് ആഗ്രഹം, അതവിടെ ഇടാമല്ലോ. അതാണ് കർവ് വരച്ചത്. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു കർവ്, ഏറ്റവും ഉള്ളിലായിട്ട് മറ്റൊരു കർവ് വരയ്ക്കുന്നു. 3 ഷെയ്ഡ് കളേഴ്സ് ഇതിനകത്ത് ഇടാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കർവ് വരച്ചത്. ഓക്കെ, നമ്മളിപ്പോൾ 3 കർവ് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. കർവ് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മളിനി ഏറ്റവും ഉള്ളിലായിട്ട് നമ്മൾ ചരിഞ്ഞ ലൈൻസ് വരച്ചെടുക്കുക. ഏറ്റവും ഉള്ളിലായിട്ട് ചരിഞ്ഞ ലൈൻസ് വരച്ചെടുക്കുക. ഇത്രയാണ് നമ്മൾ ചെയ്തത്. ഏറ്റവും ഉള്ളിൽ ചരിഞ്ഞ ലൈൻസ് വരച്ചെടുത്തു. ഇത് സിമ്പിളല്ലേ, സിമ്പിളായിട്ട് ലൈൻസ് വരച്ചെടുത്തു. ഇനി ആ ലൈൻസ് ഇപ്പോൾ ചരിഞ്ഞ് വരച്ച ലൈൻസ് തമ്മിൽ കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് അകത്ത് ഒരു സ്റ്റാറിൻ്റെ ഷേപ്പ് പോലെ കിട്ടും. ഇത് കണക്ട് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 1 2 3 4 5 6 7 ട്രയാങ്കിൾസ് തമ്മിൽ കണക്ട് ചെയ്താണ് നമ്മൾ അകത്ത് സ്റ്റാർ വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിലായിട്ട് മറ്റൊരു സ്റ്റാറോട് ഇപ്പോൾ വരച്ചത് എങ്ങനെയാണോ അതുപോലെ തന്നെ കർവ്ഡ് ലൈൻസിലെ ചരിഞ്ഞിരിക്കുന്ന ലൈൻസ് കണക്ട് ചെയ്ത് നമ്മൾ അകത്തും സ്റ്റാർ വരച്ച് ചേർത്തു. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് വളരെ സിമ്പിളായിരുന്നു. ഇത്രയും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇതുവരെ വളരെ സിമ്പിളായിരുന്നു. അധികം കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ഉള്ളിൽ വീണ്ടും അതേ ഷേപ്പ് തന്നെയാണ് വരയ്ക്കുന്നത്. എന്തിനാ വീണ്ടും വീണ്ടും ഈ ഷേപ്പ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് എത്രത്തോളം ഷെയ്ഡ്സ്, എത്രത്തോളം കളേഴ്സ് ഇതിനകത്ത് വരുത്താൻ പറ്റുമോ അത്രയും വരുത്താമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും ഡിസൈൻസ് വരയ്ക്കുന്നത്. ഓക്കെ, അതും വരച്ചു കഴിഞ്ഞു. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ഒരു സർക്കിൾ, ഒരു ചെറിയൊരു സർക്കിളും വരച്ചു കഴിഞ്ഞു. ഓക്കെ, പൂക്കളം കോമ്പറ്റീഷൻസൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡിസൈനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനും കൂടിയാണ്. ഓക്കെ, നമ്മൾ ഇത്രയാണ് ചെയ്തത്. അകത്ത് ഒരു ചെറിയൊരു സർക്കിളൂടെ വരച്ചു. ഇനി ഏറ്റവും ഉള്ളിലായിട്ട് ആ സർക്കിളിൻ്റെ കൂടെ ഒരു ട്രയാങ്കിൾ വരച്ചു. ഏറ്റവും ഉള്ളിൽ നടുക്കായിട്ട് ഇപ്പോൾ എവിടെയാണോ സർക്കിൾ വരച്ചത് അതിൻ്റെ പുറത്തായിട്ട് ഒരു ട്രയാങ്കിൾ എന്ന് പറയത്തില്ല, ഒരു ഡയമണ്ട് ഷേപ്പാണ്. ഒരു ട്രയാങ്കിൾ മുകളിലും ഒരു ട്രയാങ്കിൾ താഴെയും ചേരുമ്പോൾ ഒരു ഡയമണ്ടിൻ്റെ ഷേപ്പ് പോലെ നമ്മൾ അകത്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വളരെ സിമ്പിളായിരുന്നു. ഇനി ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത് അപ്പുറത്തെ സൈഡിലും ചെറുതായിട്ട് ട്രയാങ്കിൾ ജോയിൻസ് കണക്ട് ചെയ്ത് വരയ്ക്കുക. ഓക്കെ, അതും കണക്ട് ചെയ്ത് വരച്ചു. അപ്പോൾ ഈ ജോയിൻസിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഏറ്റവും ലാസ്റ്റ് ഇട്ട് വരുമ്പോഴത്തേക്ക് ഏതൊക്കെ കളർ എവിടേക്ക് ഇടണമെന്ന് മനസ്സിലാവും. ആ ട്രയാങ്കിൾ അപ്പുറത്തൂടെ നമ്മൾ ആ ട്രയാങ്കിൾസ് ജോയിൻ ചെയ്ത് വരച്ചു.
അപ്പോൾ ഇതിൽ നമുക്ക് ഏത് കളർ കോമ്പിനേഷൻ വേണമെങ്കിലും ഉപയോഗിക്കാം, ഏത് കളർ പൂ വേണോ ഉപയോഗിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, പക്ഷേ ഇട്ട് വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും ഇത് കാണാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനിയും ഒരുപാട് നല്ല നല്ല ഡിസൈനുകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ, ഇറ്റ്സ് ബൈ ഫ്രം പൂക്കളം ടീം.